ഒരു അധ്യാപകനായി എനിക്ക് കൊടുക്കാൻ പറ്റും. കാരണം അദ്ദേഹം എത്രയോ അധികം പ്രസംഗങ്ങൾ ഈ സയൻസ്, ഈ തിയറിറ്റിക്കൽ ഫീൽഡിൽ ലോകത്ത് മുഴുവനും ഓടി നടന്ന് അദ്ദേഹം പ്രസംഗിച്ചിട്ടുണ്ട്. പക്ഷെ അദ്ദേഹത്തിന് നമ്മുടെ രാജ്യം വരെ ഏറ്റവും അധികം എനിക്ക് തോന്നിയത് ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിനെ എന്ത് ചെയ്യുന്നു, ഒരു ചായ സൽക്കാരത്തിന് ക്ഷണിക്കുകയും ഇന്ദിരാഗാന്ധി അദ്ദേഹത്തിന്റെ കാലിൽ ഇരുന്നിട്ട് പറഞ്ഞ് എന്റെ ട്രഡീഷനാണ് വലിയ വലിയ ആളുകളെ ബഹുമാനിക്കുന്നത്, ഇങ്ങനെ ആയിരിക്കണം. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഇന്ദിരാഗാന്ധി ആരാണെന്ന് നമുക്കറിയില്ലേ? അങ്ങനെ കാലിൽ വീണ് ചെയ്യണമെങ്കിൽ അത്രമാത്രം 42 ഡോക്ടറേറ്റ് ഡിഗ്രി കലാം സാറിന് കിട്ടി, സാഹിബിന് കിട്ടിയിട്ടുണ്ട്. അതിൽ 5 ഡിഗ്രിയോടും ഡോക്ടറേറ്റോടും ഇന്ത്യ ഗവൺമെന്റ് കൊടുത്തു. പക്ഷെ അദ്ദേഹത്തിന്റെ രാജ്യത്ത് അദ്ദേഹത്തിന് യാതൊരു തരത്തിലുള്ള എന്ത് കൊടുത്തില്ല, ഒരു റെസ്പെക്ട് കൊടുത്തിട്ടില്ല എന്നുള്ളത്. എന്നിട്ടും അദ്ദേഹം ആ രാജ്യത്തിന്റെ എല്ലാ വികസനത്തിനും, സ്പേസ് രംഗത്തും അറ്റോമിക് എനർജി രംഗത്തും അദ്ദേഹത്തിന്റെ ആ രാജ്യത്തുള്ള നേതാക്കന്മാരും കൂടി ചേർന്നിട്ട് അദ്ദേഹം പരിശ്രമിച്ചു, ആ സംഘടിപ്പിച്ചു. ഇന്ന് നമ്മുടെ ഇവിടെ പൊക്രാനൊന്ന് പൊട്ടിയപ്പോൾ അവിടെ ഒരു ബോംബ് കൊണ്ടാനുള്ള കാരണം സലാം സാഹിബാണ്. ഇത് ഞാൻ ഒരു തിയറിയിലേക്ക് കടക്കുന്നില്ല. തിയറിയിലേക്ക് ഇപ്പോൾ ഇവിടുന്ന് കടന്നാൽ ഏതെങ്കിലും യൂണിഫൈഡ് ഗ്രാൻഡ് തിയറിയോ അല്ലെങ്കിൽ ക്വാണ്ടം ഇലക്ട്രോഡൈനാമിക്സിനെ കുറിച്ച് പറഞ്ഞിട്ട് അത് ആ തിയറിയിലേക്ക് പോയത് കാര്യമില്ലാത്തതുകൊണ്ടാണ് ഞാൻ ആ തരത്തിലേക്ക് കടക്കാത്തത്. നമ്മൾ ശാസ്ത്രത്തിന്റെ വളർച്ചയും ശാസ്ത്രവും എങ്ങനെ പോകുന്നു എന്ന് മനസ്സിലാക്കേണ്ടത് വളരെ അത്യാവശ്യ ഘടകമാണ്. കാരണം ഉപകാരമുള്ള മനുഷ്യനെ എങ്ങനെ കാലുകൊണ്ട് ചവിട്ടാന്നുള്ളതാണ് ആ രാജ്യം ചെയ്തത്. സത്യത്തിൽ നമ്മൾ ഇതിൽ നിന്ന് പഠിക്കേണ്ട കാര്യം, നമ്മളും ഒരിക്കലും ഒരു ഉപകാരമുള്ളതാണ്, അത് ഏതോ ആയിക്കോട്ടെ, അങ്ങനെ ചെയ്യാൻ പാടില്ല. ആ രാജ്യത്തിന് ഏറ്റവും വലിയ അസറ്റാണ് അദ്ദേഹം തിയറിറ്റിക്കൽ ഫിസിക്സിൽ നടത്തിയ റിസർച്ചുകളൊക്കെ തന്നെ വളരെ വലിയ റിസർച്ചുകളാണ്. സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയും. നമ്മുടെ ഈ പ്രപഞ്ചം എന്ന് പറയുന്നത് ഈ ഒരുപാട് ഗവേഷകരും ശാസ്ത്രജ്ഞരും നമ്മുടെ ഈ പ്രപഞ്ചത്തിനെ ഒരു സ്റ്റാൻഡേർഡ് മോഡൽ എന്ന് പറയും. 11-12 ബിൽഡിംഗ് ബ്ലോക്കുകളും 4 ഫോഴ്സുകളും, ബലം എന്ന് പറയും, അടങ്ങിയിരിക്കുന്ന ഒരു മോഡലാണ് നമ്മുടെ ഈ യൂണിവേഴ്സ് നിലനിൽക്കുന്നത്. അതിന്റെ പരീക്ഷണമാണ് ഇപ്പോൾ നടക്കുന്നത്. ചിലതൊക്കെ ചിലപ്പോൾ എന്താണെന്ന് മാറാം, അത് പൊട്ടിത്തെറിക്കാം. അത് ആ ഇതുവരെ വിചാരിച്ചപ്പോൾ വിശ്വസിച്ചതൊക്കെ തന്നെ എന്താവാം, മാറാം. ഈ എക്സ്പെരിമെന്റിൽ തന്നെ ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് അവര് അബ്ദുസ്സലാം സാഹിബിനെ ഓർക്കുന്നുണ്ട്. അദ്ദേഹത്തിന്റെ കോൺട്രിബ്യൂഷൻ വളരെ വലുതാണ്. ഈ പ്രപഞ്ചത്തെ കുറിച്ച് പഠിക്കുന്ന കാര്യത്തിൽ അദ്ദേഹം തന്നിരിക്കുന്ന വളരെ വിലയേറിയ, വളരെ ഏറ്റവും അധികം ടഫായിട്ടുള്ള ക്വാണ്ടം ഫീൽഡ് തിയറി, ഹോമോഡൈനാമിക്സ് എന്നൊക്കെ പറയുന്നത് ഫിസിക്സിലെ അത്ര പെട്ടെന്നൊന്നും ദഹിക്കാത്ത ചില നിയമങ്ങളും ചില ശാസ്ത്ര ശാഖകളുമാണ്. ഈ സ്റ്റാൻഡേർഡ് മോഡലിന് എതിരായിട്ട് സ്ട്രിംഗ് തിയറി വരുന്നു, ഡയമെൻഷനുകളൊക്കെ വരുന്നു. ഇതിനെക്കുറിച്ച് പരീക്ഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോഴും പറയുന്നത്. എല്ലാ ഫിസിക്സ് തിയറികളിലും പല തിയറികളും ഇപ്പോഴും ഈ ശാസ്ത്രത്തിന്റെ പല കണ്ടുപിടുത്തങ്ങളും. നമ്മളിപ്പോ ഈ 2012 ആവുമ്പോഴത്തേക്ക് എന്താവില്ല, ഈ ലോകം എന്താവില്ല, അവസാനിക്കില്ല. ശാസ്ത്രജ്ഞന്മാരെല്ലാം കണ്ടുപിടിച്ചു എന്നുള്ള രീതിയിൽ ഒരിക്കലും ഇരിക്കുകയും ചെയ്യില്ല. ഒരുപാട് പുരോഗതിയിലേക്ക് പോകാനുണ്ട്. ആ ഒരുപാട് പുരോഗതിയിലേക്ക് പോകുന്നതിൽ ഓരോ സമൂഹത്തിന്റെയും പങ്ക് വളരെ വലുതാണ്. അത് അറിയാന്നുള്ളതാണ്. ഇപ്പൊ സയൻസ്, അടിസ്ഥാന ശാസ്ത്രം പഠിക്കുക എന്നുള്ളത്, വിദ്യാർത്ഥികൾ പഠിക്കുക എന്നുള്ളത് ഈ ലോകത്തിന്റെ ഈ പ്രപഞ്ചം മനസ്സിലാക്കുന്നിടത്താണ്. അപ്പൊ അതല്ലാതെ നമ്മൾ ഇന്നത്തെ രീതിയിൽ ഈ നമ്മുടെ കുട്ടികൾ, കഴിവുള്ള കുട്ടികളുണ്ടെങ്കിൽ ആ കുട്ടികളെ നമ്മൾ ഈ ഫാസ്റ്റർ കോളേജിലും മറ്റുള്ളവരും പോയി അയച്ച് അവരെ ഒന്നുമില്ലാത്ത രീതിയിലാക്കി എടുക്കും. അപ്പൊ നമ്മൾ 32% എഞ്ചിനീയറിംഗ് കോളേജിലെ പാസ്. ആ കുട്ടി ഇപ്പൊ ഒരു പുതിയ പരിപാടി തുടങ്ങിയിട്ടുണ്ട്. ഈ പാസ്സാവേണ്ട എഞ്ചിനീയറിംഗ് കോഴ്സ് പാസ്സാവാതെ 5 കൊല്ലം പഠിച്ചു കഴിഞ്ഞാൽ, ഇങ്ങനെ കുറച്ച് പഠിച്ചു കഴിഞ്ഞാൽ എന്താ ഉണ്ടാകുക, കോഴ്സ് കംപ്ലീറ്റ് സർട്ടിഫിക്കറ്റ് കൊടുക്കുക. ഗൾഫിലൊക്കെ പോയി കഴിഞ്ഞാൽ ഡിഗ്രി ചോദിച്ചാൽ ഡിഗ്രി അല്ല കാണിക്കുക, കോഴ്സ് കംപ്ലീഷൻ കോഴ്സ്, പെട്ടെന്ന് ജോലി കിട്ടുക. ഈ തരത്തിലേക്കാണ് നമ്മൾ പോകുന്നത്. അതേ സമയത്ത് ഫിസിക്സ്, കെമിസ്ട്രി അതുപോലുള്ള അടിസ്ഥാന ശാസ്ത്രങ്ങൾക്ക്
കുട്ടികൾ വളരെ കുറഞ്ഞു വരും. കുട്ടികൾ കുറഞ്ഞു വരുന്നത് മാത്രമല്ല, നമ്മുടെ രാജ്യത്തിന്റെ ഇതിലേക്ക് ഉണ്ടാവുന്ന ശാസ്ത്ര രംഗത്തുള്ള റിസർച്ചുകൾ, അത്തരം കാര്യങ്ങളുടെ അതിനുള്ള ഫണ്ടിങ് ഒക്കെ വളരെ കുറവാകുകയും ചെയ്യാം. അങ്ങനെ വരുമ്പോൾ എന്താണെന്ന് വെച്ചാൽ കലാം സാഹിബ് ഏറ്റവും അധികം ഉദ്ദേശിച്ചതും ഓടി നടന്നതും ഈ സാധാരണ തേർഡ് വേൾഡ് കണ്ടിട്ട് മൂന്നാം ലോക മഹാരാജ്യത്തിലുള്ള അതിനെ ഡെവലപ്പ് ചെയ്യാൻ. അദ്ദേഹം വലിയൊരു ഒരു കാന്തദർശി എന്നൊക്കെ പറയാം. കാരണം അദ്ദേഹം ധരിച്ചത് എന്താണെന്ന് വെച്ചാൽ യൂറോപ്യൻസും അമേരിക്കയും ഒക്കെ തന്നെ സയൻസിൽ വളരെയധികം ഉന്നതിയിൽ നിൽക്കുകയാണ്. അവർക്ക് ഇന്നുണ്ടായിരിക്കുന്ന സമ്പത്തും അവർക്ക് ഇന്നുണ്ടായിരിക്കുന്ന എല്ലാ തരത്തിലുള്ള ജീവിത നിലവാരവും ഒക്കെ തന്നെ ശാസ്ത്രത്തിനെ കൊണ്ടുവന്നതാണ്. ആ തരത്തിലേക്ക് ഇവിടുത്തെ ദാരിദ്ര്യം നീക്കണമെങ്കിൽ ഇവിടെ സയൻസിന്റെ വളർച്ച വളരെയധികം മുന്നോട്ട് കൊണ്ടുവരണം. ഒരു രാജ്യത്ത് സയൻസിന്റെ വളർച്ച മുന്നോട്ട് കൊണ്ടുവരാൻ എന്ത് വേണം? സാധാരണ പ്രായം ചെന്ന ആളുകൾക്ക് പഠിപ്പിച്ചു കഴിഞ്ഞാൽ ശരിയാവും. പഠിക്കുന്ന കുട്ടികളാണ് എന്ത് ചെയ്യേണ്ടത്? വിദ്യാഭ്യാസ രംഗത്താണ് ശാസ്ത്രത്തിന്റെ വളർച്ച കൊണ്ടുവരുന്നത്. ശാസ്ത്രം പഠിക്കാൻ സമൂഹത്തിലുള്ള കുട്ടികൾ തയ്യാറാവണം. അപ്പൊ അങ്ങനെ ശാസ്ത്രത്തിന്റെ വളർച്ചയിൽ ഒരു സമൂഹത്തിലും ഏതെങ്കിലും സമൂഹത്തിൽ ഇപ്പൊ ഞാൻ പറയാം 65 കൺട്രിയോളം ഇസ്ലാമിക രാജ്യങ്ങളുണ്ട്. ഞാൻ മനസ്സിലാക്കുകയാണ് ഈ 65 രാജ്യത്തിലെ കൺട്രീസിന് ഒരു ഒറ്റ ഇസ്രായേൽ എന്ന രാജ്യത്തിന് വേണമെങ്കിൽ, ഞാൻ രാഷ്ട്രീയം പറയല്ല, വേണമെങ്കിൽ ഒതുക്കാം. എന്താ കാര്യം? ഇസ്രായേലിന്റെ കയ്യിൽ ടെക്നോളജി ഉണ്ട്. കാരണം നമ്മുടെ കയ്യിൽ എന്താ ഉള്ളത്? വെറും കൈ മുഷ്ടി മാത്രമുള്ളത്. അതുകൊണ്ട് എങ്ങനെയാണ് മുന്നോട്ട് പോകാൻ പറ്റുക? ഈ കാലഘട്ടത്തിൽ നമ്മുടെ എല്ലാ ഉപയോഗങ്ങളും, നമ്മുടെ ഈ കറണ്ട് പോലും, നമ്മുടെ കാണുന്ന എല്ലാ സൗകര്യങ്ങളും ശാസ്ത്രത്തിന്റെ സൃഷ്ടിയാണ്. ഞാനിപ്പോ സംസാരിക്കുമ്പോൾ മൈക്കിൽ കൂടി നിങ്ങൾ കേൾക്കുന്നു, അതൊക്കെ തന്നെ ശാസ്ത്രത്തിന്റെ സൃഷ്ടിയാണ്. അധികം സംസാരിക്കുന്നില്ല, എനിക്ക് അനുവദിച്ച സമയം ഏകദേശം കഴിയാനായി. ഇവിടെ ശാസ്ത്ര മേഖല, ഇപ്പൊ എഞ്ചിനീയറിങ്ങിനും മെഡിക്കൽ കോഴ്സിനും പോകുന്നത്, അത് പഠിക്കുന്നത് നല്ലതല്ല എന്നല്ല ഞാൻ പറയുന്നത്. അത് പഠിക്കാൻ പോകണം. അങ്ങനെ അതിൽ തിളങ്ങുന്ന ആൾക്കാർക്ക് നല്ല ഡോക്ടർമാര്, നല്ല എഞ്ചിനീയർമാരും ഒരു നാടിന് എപ്പോഴും അത്യാവശ്യമാണ്. പക്ഷെ എല്ലാ ആളുകളും അങ്ങോട്ട് തന്നെ അതിന് പോയാൽ മാത്രമേ ജീവിതം ഉണ്ടാവുകയുള്ളൂ, അല്ല അതിന് പോയാൽ മാത്രമേ, ഒരു എഞ്ചിനീയറായാൽ മാത്രമേ ജീവിതം ഉണ്ടാവുകയുള്ളൂ, സമൂഹം നന്നാവുകയുള്ളൂ എന്ന രീതിയിൽ ചിന്തിക്കുന്നത് തെറ്റാണ്. ഇപ്പോ അബ്ദുൽ കലാം സാഹിബിന്റെ അനുഭവത്തിൽ കൂടി തന്നെ, ജീവചരിത്രം വായിച്ചാൽ തന്നെ, ഒരു സാധാരണ ഒരു നല്ല ബുദ്ധിയുള്ള ഒരു കുട്ടി അവനായിത്തീരേണ്ടത്, അത് സമൂഹത്തിന് ഉപകാരപ്രദമാകുന്നത് അവരുടെ ശാസ്ത്രജ്ഞനാവും വേണം. നമ്മുടെ ഈ ലോകത്തുള്ള പ്രപഞ്ചത്തിലുള്ള രഹസ്യങ്ങൾ കണ്ടുപിടിക്കുന്നതിൽ, അത് മനസ്സിലാക്കുന്നതിൽ. അപ്പൊ പലപ്പോഴും തന്നെ ഞാൻ പ്രസംഗത്തില് ഈ കുത്തുബയൊക്കെ പറയുമ്പോൾ, മൗലവിമാരൊക്കെ പറയുമ്പോൾ ഞാൻ ആക്ഷേപിക്കുകയല്ല, പലപ്പോഴും പ്രപഞ്ചത്തെ കുറിച്ച് പറയുമ്പോൾ ശരിക്കും അറിയാത്ത കാര്യങ്ങൾ പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്. അത് വലിയ തെറ്റാണ്. കാരണം കുത്തുബയൊക്കെ എല്ലാ ആളുകളും കേൾക്കുന്നതാണ്. അങ്ങനെ കേൾക്കുമ്പോൾ ആ പറയുന്ന കാര്യങ്ങൾ അറ്റ്ലീസ്റ്റ് ഒന്ന് എന്താണെന്ന് ആരോടെങ്കിലും അറിയുന്ന ആൾക്കാരൊക്കെ ചോദിച്ച്, ലോകത്തിന്റെ ശാസ്ത്രഘടനയും ലോകത്ത് ഈ പറയുന്ന ഗ്രഹങ്ങളും മറ്റേ സൂര്യനും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉള്ളത് അതെന്താണെന്ന് ഇപ്പൊ പല ആളുകളും പണ്ട് കാലത്ത്, എനിക്കിന്റെ ചെറുപ്പകാലത്ത് അറിയാം, ചന്ദ്രനിൽ പോയത് നീലാശ്രമം ഇറങ്ങിയത് വിശ്വസിക്കാത്തത് ഇപ്പോഴുണ്ടെന്ന് എനിക്ക് തോന്നുന്നത്. അതൊക്കെ കേൾക്കുമ്പോ അങ്ങനെ ചന്ദ്രനിൽ പോയത് വിശ്വസിച്ച് കഴിഞ്ഞാൽ എന്തോ ഒന്ന് നമ്മുടെ നഷ്ടപ്പെടുന്ന പോലെയാണ്. അങ്ങനെ എന്തിനാ ചിന്തിക്കുന്നത് ഞാൻ മനസ്സിലാക്കാത്തത്. കാരണം അതും നമ്മുടെ മതവിശ്വാസവും തമ്മിൽ സത്യത്തില് ഒരു ബന്ധവുമില്ല. കാരണം മുസ്ലിം മതവും ഇസ്ലാമിക വിശ്വാസവും ഖുർആനിൽ ആദ്യം തന്നെ പറയുന്നത് നിങ്ങൾ വായിക്കൂ, അറിവ് നേടുക. അതിന്റെ അടിസ്ഥാനത്തിൽ പറയുകയാണെങ്കിൽ മുസ്ലിം മതവിശ്വാസ പ്രകാരം ഖുർആനിൽ പറയുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ് സത്യത്തിൽ പലപ്പോഴും ഈ ശാസ്ത്രത്തിൽ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. കാരണം ഇപ്പോഴും അറിയാം, നമ്മളിപ്പോ ബിഗ് ബാങ് തിയറി, മാറ്റർ ആന്റി മാറ്റർ, ഈ മാറ്റർ ഈ നമ്മളിവിടെ കാണുന്നു, ആന്റി മാറ്റർ തെരഞ്ഞുകൊണ്ടിരിക്കുക. ഇത് എവിടെയോ ഒരു രഹസ്യമായി തുടർന്നിരിക്കുന്ന ആ ആന്റി മാറ്റർ എന്തെങ്കിലും പുറത്തു വരികയാണെങ്കിൽ എന്താണ്, ഇവിടെയുള്ള മാറ്ററായിട്ട് കൂടി ചേർന്ന് ഒന്നും ഇല്ലാണ്ടായിപ്പോ. നമ്മുടെ ഇസ്ലാമിക വിശ്വാസത്തിൽ അവസാനവും ഇതൊക്കെ നമ്മൾ പറയുന്നില്ലേ, ഇവിടെ ഡാർക്ക് എനർജി എന്നുള്ള സാധനമുണ്ട്. ഇതാണ് ഈ യൂണിവേഴ്സിൽ എന്ത് ചെയ്യുന്നത്, ഇങ്ങനെ ഈ വികസിപ്പിക്കുന്നത്. ഈ ഗ്രാവിറ്റേഷണൽ ഫോഴ്സ്
അതായത് ഈ നമ്മുടെ ഗ്രാവിറ്റേഷൻ ഫോഴ്സ് കൊണ്ടാണ് എന്ത് ചെയ്യുന്നത്, അത് മറഞ്ഞു നിൽക്കുന്നത് ഈ ഡാർക്ക് എനർജിയിലാണ്. അതിന്റെ എക്സ്പ്ലനേഷനും അതിന്റെ കൂടുതൽ പഠനവും അതിന്റെ റിസർച്ചുകളും ഗവേഷണങ്ങളൊക്കെ തന്നെ ഒരിക്കലും തന്നെ എന്റെ അഭിപ്രായത്തിൽ സലാം സാഹിബിന്റെ ചെറിയർത്ഥം വായിച്ചു നോക്കിയാൽ ഒരു തവണ പോലും സലാം സാഹിബ് ചെയ്തിട്ടില്ല മതവിശ്വാസവും അദ്ദേഹം ഏറ്റവും വലിയ ലോകത്തിന്റെ ശരിക്കും ഉന്നതിയിൽ നിൽക്കുന്ന ഒരു തിയററ്റിക്കൽ ശാസ്ത്രജ്ഞനാണ്. അദ്ദേഹത്തിന് ഒരിക്കലും ഒരു സംശയം വന്നിട്ടില്ല. തിയററ്റിക്കൽ ബേസിലുള്ള ഇത്രയും വലിയ അധികാരനായുള്ള ഒരാൾക്ക് മതവിശ്വാസം മാന്യമാകുന്നില്ല. അങ്ങനെയാണ് അദ്ദേഹം പറഞ്ഞത്. അദ്ദേഹത്തിന് ഫിസിക്സ് ആണോ വലുത്, പാകിസ്ഥാനാണോ വലുത്, അല്ലെങ്കിൽ എന്റെ മതമാണോ വലുത് എന്നുള്ള രീതിയിൽ വന്നപ്പോൾ അദ്ദേഹം ഫിസിക്സ് തിരഞ്ഞെടുത്ത് അതിൽ തന്നെ ഞാൻ എന്ത് ചെയ്യാം, റിസർച്ച് ചെയ്യാം. അങ്ങനെ എന്ത് ചെയ്യാം, എനിക്ക് കൂടുതൽ അറിവ് നേടണം, കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കണം. അത് മൂന്നാം ലോക മഹാരാജ്യത്ത് മൂന്നാം ലോകത്തെ ജനങ്ങൾക്ക് കൂടുതൽ ഉപകാരപ്രദമാകുന്ന രീതിയിൽ അവർ നാളെ വളരുന്നത്. ഉദാഹരണത്തിന് ഞാൻ പറയാം, നമ്മുടെ നാട്ടിൽ നല്ല കൃഷിയും കാര്യങ്ങളും ഏറ്റവും ടെക്നോളജിയും മറ്റു കാര്യങ്ങളും വന്നു കഴിഞ്ഞാൽ ആ രാജ്യത്തിനാണ് അതിന്റെ ഗുണമുണ്ടാകുക. അല്ലാതെ യൂറോപ്യൻ രാജ്യങ്ങൾക്ക് ഗുണം വന്നതും അമേരിക്കക്ക് ഇത്രയധികം ഗുണം വന്നത് അവരുടെ സ്വന്തം കഴിവുകൊണ്ടെന്നല്ല, അവർ ശാസ്ത്രത്തെ വളരെ നല്ല രീതിയിൽ അത് ഉപയോഗപ്പെടുന്നതിനെ കൊണ്ടാണ്. പെട്ടെന്നൊരു ശാസ്ത്രശാഖ വളർത്തിയെടുത്തിട്ട് ഇപ്പൊ നമ്മൾ തന്നെ അത് ഉപയോഗിക്കുന്നില്ലേ. ഇപ്പൊ നമ്മൾ ഓപ്പൺ ഹാർട്ട് സർജറിക്ക് പോകുകയാണെങ്കിൽ എന്താ അവിടെ കാണുന്നത്? ഓപ്പൺ ഹാർട്ട് സർജറിക്ക് കാണുന്നത് നമ്മുടെ ഉള്ളിലെ ഞരമ്പിൽ കൂടിയൊക്കെ തന്നെ എന്ത് ചെയ്യുന്നു, ഇതിങ്ങനെ പിന്നെ വയറ് വായിക്കും. അതിന്റെ മുമ്പിൽ നിന്നിട്ട് ഒരു ചെറിയൊരു ക്യാമറ ഉണ്ട്. ആ ക്യാമറ ചാർജ് കപ്പിൾഡ് കപ്പാസിറ്റർ എന്നുള്ള കണ്ടുപിടുത്തം അല്ലെ. പണ്ട് കാലത്ത് നമ്മളൊരു ഫോട്ടോ എടുക്കണമെങ്കിൽ എത്ര വലിയൊരു ക്യാമറ ഉണ്ടായിരുന്നു, അതിലൊരു ഇതായിരുന്നില്ലേ. ഇപ്പൊ ഓരോരുത്തരും മൊബൈൽ ഫോണിലൊക്കെ ഫോട്ടോ എടുത്തില്ലേ. ഓരോ കണ്ടുപിടുത്തം വരുമ്പോ എന്ത് ചെയ്യുന്നു, അത്രമാത്രം കണ്ടുപിടുത്തം എത്ര മനുഷ്യനെ അസുഖമാകുമ്പോഴൊക്കെ തന്നെ എത്രമാത്രം ഗുണം ചെയ്യുന്നുണ്ട്. അപ്പൊ നമ്മൾ അതിനെ കേട്ട രീതിയിൽ അതിന് സംശയത്തോടുകൂടി ഇതൊക്കെ പഠിച്ച ആളുകൾ എന്ത് ചെയ്യുന്നു, എന്റെ മക്കൾ അത് പഠിച്ചോ, എന്നാ പിന്നെ നല്ല കാര്യം പോക്കാം എന്നുള്ള രീതിയിലല്ല അത് ചെയ്യേണ്ടത്. ഇസ്ലാമിക വിശ്വാസങ്ങള് ഒരിക്കലും ഊട്ടിയുറപ്പിക്കുന്ന രീതിയിലല്ലാതെ പിന്നെ നിരീശ്വരവാദി ആകേണ്ട ആള് അത് ഇസ്ലാം സയൻസ് പഠിക്കേണ്ട ആവശ്യമില്ല. ലോകത്തുള്ള നിരീശ്വരവാദികളൊക്കെ തന്നെ എല്ലാവരും സയൻസിന്റെ സയന്റിസ്റ്റുകളൊന്നല്ല. ആദ്യം നിങ്ങളൊന്ന് മനസ്സിലാക്കുക, ഇവിടെ കേൾക്കുന്ന ആളുകൾ നിരീശ്വരവാദികൾ ഒരിക്കലും തന്നെ അത് അവരുടെ ആശയപരമായിട്ട് അവർക്ക് നിരീശ്വരവാദം തോന്നുകയാണെങ്കിൽ അത് നിരീശ്വരവാദിയാവും. ഈശ്വര വിശ്വാസിയാണെങ്കിൽ അവർ അത് സയൻസ് പഠിച്ചതുകൊണ്ട് ഈശ്വര വിശ്വാസിയാണെന്നുള്ളത് എവിടെയും കണ്ടെത്തിയില്ല. പക്ഷെ എപ്പോഴും ഉലമാക്കൾ പണ്ട് കാലത്ത് ഇടയ്ക്കുള്ള കാലഘട്ടത്തിൽ സയൻസിന്റെ വളർച്ചയെ അംഗീകരിക്കാതെ പോയത് കൊണ്ടാണ് ഇപ്പൊ രണ്ടാമത് സലാം സാഹിബിനെ പോലത്തുള്ള ആളുകൾ എന്ത് ചെയ്യുന്നു, കൂടുതൽ ഈ രംഗത്ത് വരികയും ഇസ്ലാമിനെ കൈകോർത്തുകൊണ്ട് നല്ലൊരു വിശ്വാസിയായിട്ട് നിൽക്കുന്നതും ചെയ്തുകൊണ്ടാണ് ഈ സയൻസിന് കുറച്ചുകൂടെ അദ്ദേഹം ഒരു എഴുത്തിൽ പറയുകയും ചെയ്തു, എനിക്ക് കുറച്ചുകൂടെ പിന്നെ വിശ്വാസമുണ്ട്, മുസ്ലിം സമൂഹം കുറച്ചെങ്കിലും ഇപ്പൊ തന്നെ ടെക്നോളജിയും മറ്റു കാര്യങ്ങളും വിശ്വസിച്ചു വരുന്നു എന്നുള്ളത്. വിശ്വസിക്കാതിരിക്കാൻ പറ്റില്ല, കാരണം കണ്ണിന് മുമ്പിൽ കാണുന്ന കാര്യങ്ങൾ എങ്ങനെ വിശ്വസിക്കാതിരിക്കാൻ പറ്റാം. ഇപ്പൊ നമ്മളിപ്പോ ചന്ദ്രനിൽ പോയ കാര്യങ്ങളും മറ്റ് അമേരിക്കയിൽ നടക്കുന്ന ഒരു കളി നമ്മൾ ഇവിടെ വീട്ടിലിരുന്ന് കാണുന്നത് എന്തുകൊണ്ടാണ്? സയൻസിന്റെയും ടെക്നോളജിന്റെയും കഴിവുകൊണ്ട് തന്നെയാണ്. ഇതൊക്കെ തന്നെ ഒരു എക്സ്പെരിമെന്റ് അല്ല, ധാരാളം എന്താണ് എക്സ്റേ പോലും എന്താണ് നേരത്തെ കണ്ടുപിടിച്ച എക്സ്റേ കിട്ടിയപ്പോ അതിന്റെ തിയറി വളരെയധികം കാൽക്കുലേറ്റ് ചെയ്തിട്ട് കണ്ടുപിടിച്ചുകൊണ്ട് മാത്രമാണ് അതിനെ. തിയറി എന്ന് പറയുന്നത് സാധാരണ നമ്മൾ കാണുന്ന കാഴ്ച കണ്ടുപിടുത്തമല്ല. തിയറി പ്രൂവ് ചെയ്താൽ മാത്രമേ ഒരു സയൻസ് ആവുകയുള്ളൂ, അതിന് അംഗീകരിക്കുള്ളൂ. അതാണ് തിയറി എന്ന് പറയുന്നത്. ഒരു സംഗതി കണ്ടതുകൊണ്ട് മാത്രം എന്താവില്ല, അത് കണ്ടുപിടുത്താവില്ല. അതിനെ എന്ത് ചെയ്യണം, സയന്റിസ്റ്റുകൾ ഒരുപാട് കാലം ഇരുന്ന് അതിന് ആസ്പദമായിട്ടുള്ള തിയറി കൂടി ഡെവലപ്പ് ചെയ്താൽ മാത്രമേ തിയറിറ്റിക്കൽ ഫേസിൽ അതിന്റെ ആ ശാസ്ത്ര ശാഖയോ അല്ലെങ്കിൽ നിയമങ്ങളോ ഈ ലോകത്ത് വരികയുള്ളൂ. എനിക്ക് തന്ന സമയം ഏകദേശം കഴിഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. നിങ്ങൾ ഈ സംഭാഷണം ശ്രദ്ധിച്ചതിലും എനിക്ക് ഈ അവസരത്തിൽ തന്നതിലും വളരെയധികം നന്ദിയുണ്ട്. സലീമാണ് എന്നെ ഇതിന് ക്ഷണിച്ചത്. ഇപ്പോൾ ഈ സലാം സാഹിബിന്റെ അനുസ്മരണ യോഗത്തിലും മറ്റും എൻ്റെ ഈ ചെറിയ സംഭാഷണം കേട്ടത് അധികം നന്ദിയുണ്ട്. കൂടുതൽ നമ്മുടെ ഇന്ന് ഒരു മൈക്കിന്റെ കാര്യമായ മൈക്കിന്റെ ഒരാളാണ് നമ്മൾ സുമർ ഹരിക്കോട്. അദ്ദേഹം പിന്നെ ആരെക്കുറിച്ചും ഒരു വ്യക്തികളുടെ ഭംഗി ആരെക്കുറിച്ചും കണ്ടത് പറയുന്ന ഒരാളാണ്. പലപ്പോഴും അദ്ദേഹത്തിന് വിമർശനം ഉണ്ടായിട്ടുണ്ട്, അദ്ദേഹത്തിന് എതിർത്തവരുണ്ട്, അനുകൂലിച്ചവരുണ്ട്. എന്ത് തന്നെയായാലും അദ്ദേഹം ശരിക്കും കണ്ടത് തുറന്ന് ആഴത്തിൽ പറയുന്ന ഒരു മനുഷ്യനായിരുന്നു. അദ്ദേഹത്തിന്റെ വിയോഗത്തിൽ കേരളത്തിൽ ഒട്ടും അദ്ദേഹത്തിന് ഇഷ്ടമില്ലാത്ത ആൾക്കാർ ആരും ഉണ്ടാകാൻ വിശ്വസിക്കട്ടെ. അദ്ദേഹത്തിനെ അനുസരിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ചെയ്തു. ഭൗതിക ശാസ്ത്രത്തിലെ നൂതന പ്രവണതകളും ഇപ്പോൾ ആ വിഷയം
ആവശ്യമായിട്ട് നിങ്ങളുടെ മുന്നിൽ വെൽക്കാൻ സാധിച്ചതായിട്ട് പറഞ്ഞു വയ്ക്കരുത്. പക്ഷെ ഈ വിഷയം എനിക്ക് റിക്വസ്റ്റ് ഉള്ളത് എന്താ, ഇത് വിദ്യാർത്ഥികളെ അല്ലെങ്കിൽ ഗവേഷണ താല്പര്യരായ ആളുകളെ കണ്ടിട്ടാണ് ഈ വിഷയം ഇട്ടിരിക്കുന്നത്. അപ്പോൾ സ്വാഭാവികമായും രക്ഷിതാക്കൾ നിന്ന ഈ സദസ്സിൽ രക്ഷിതാക്കളെ കാണുന്നില്ലാണ്. അപ്പോൾ ഈ സദസ്സിൽ ഇവരിത് ഞാൻ പറയുന്ന കാര്യം എന്തായാലും മനസ്സിലാക്കുന്ന പോലെ എന്നിട്ട് അവരുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കുകയാണെങ്കിൽ, കാരണം ഇപ്പോഴും നമ്മൾ കേൾക്കുന്നു പ്രൊഫസർ അബ്ദുസ്സലാം സാഹിബിനെ കുറിച്ച് കേട്ട രണ്ട് പ്രസംഗങ്ങൾ വളരെ ആവേശഭരിതരാണ്. തീർച്ചയായിട്ടും ഈ ഗവേഷണം എന്ന് പറയുന്നതിലേക്ക് നമുക്ക് മോട്ടിവേഷൻ തന്നു കഴിഞ്ഞു. ഇനി അടുത്ത സ്റ്റെപ്പ് ഏതായാലും അതിനെക്കുറിച്ച് പറയാനാണ്. പ്രൊഫസർ അബ്ദുസ്സലാം സാഹിബിനെ കുറിച്ച് എങ്കിലും ഒന്ന് രണ്ട് വാക്കുകൾ പറയാനുള്ളത് ഞാൻ ഈ അവസരം വിനിയോഗിക്കട്ടെ. അദ്ദേഹത്തെ കുറിച്ച് നമ്മൾ കേട്ടിരിക്കുന്നു മൂന്നാം ലോക രാജ്യത്ത് നിന്ന് എന്ന് പറയുമ്പോൾ ഈ വികസന രാജ്യത്ത് നിന്ന് ഉയർന്നു വന്ന പിന്നോക്ക അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ പറയുന്ന പിന്നോക്ക സമുദായം അല്ലെങ്കിൽ മുസ്ലിം സമുദായത്തിൽപ്പെട്ട എന്നാൽ ഇത്ര പ്രശസ്തനായ മറ്റൊരു ഐസക് ന്യൂട്ടനോ ആൽബർട്ട് ഐൻസ്റ്റീനൊക്കെ കാലഘട്ടത്തിന് ശേഷം മാത്തമെറ്റീഷ്യനായിട്ട് അല്ലെങ്കിൽ മാത്തമെറ്റിക്കൽ ഫിസിക്സില് തിയററ്റിക്കൽ ഫിസിക്സ് ഇത്രമാത്രം ഉയർന്ന ഒരാളെ കണ്ടെത്തി. അതും ചിന്തകൾക്ക് കഴിഞ്ഞ് ഈ മൂന്നാം ലോക രാജ്യത്ത് എന്ന് പറയുമ്പോൾ ഇന്ത്യയിൽ നിന്ന് ധാരാളം അല്ലെങ്കിൽ കുറച്ചധികം ആ ചിന്തകരുണ്ടായിട്ടുണ്ട്. പക്ഷേ എങ്കിലും ചിന്തകൾക്ക് കഴിഞ്ഞാണിട്ട പാകിസ്ഥാനിൽ നിന്ന് ഒരു സയന്റിസ്റ്റ് ഉയർന്നു വരിക എന്ന് പറയുന്നത് മാത്രമല്ല, പാകിസ്ഥാന്റെ ഒരു പ്രത്യേക അവസ്ഥ എന്ന് പറയുന്നത് ഒരേ സമയം പരിശുദ്ധ ഖുർആന്റെ ബേസിലാണ് അവര് ഭരണം എന്ന് പറഞ്ഞ് കയറിയെങ്കിലും ചിന്തിക്കാൻ ഇത്രമാത്രം ഭരണം നൽകിയ ഒരു വേദഗ്രന്ഥം, നിങ്ങൾ ചിന്തിക്കുന്നില്ലേ, ചിന്തിക്കുന്ന അനുഷ്ഠാനങ്ങളുണ്ടെന്ന് പറഞ്ഞ വേദഗ്രന്ഥമാണ് പരിശുദ്ധ ഖുർആൻ. അങ്ങനെ ഒരു മുസ്ലിം രാഷ്ട്രമായിട്ടുള്ള പാകിസ്ഥാന്റെ ആ ചിന്തകൾക്ക് തന്നെ കഴിഞ്ഞാണിരിക്കുകയാണ്. അവിടെ നിന്നാണ് പ്രൊഫസർ അബ്ദുസ്സലാം സാഹിബ് ഇന്ന് ലോകത്തിന് ഭൗതിക ലോകത്തില്ല അല്ലെങ്കിൽ ആത്മീയ ലോകത്തിനും ഒരുപോലെ മാതൃകയായിട്ട് രണ്ടു കൂട്ടരുടെയും രണ്ട് ആളുകളെ എടുത്താൽ രണ്ടുപേരും എത്താൻ ആഗ്രഹിക്കുന്ന വിധത്തിലേക്ക് അദ്ദേഹം ഉയർന്ന് നമ്മുടെ മുന്നിൽ ഈ ഇങ്ങനെയൊരു മുൻപ്രാസംഗികൻ പറഞ്ഞ പോലെ ICPT ഇന്റർനാഷണൽ സെന്റർ ഫോർ തിയററ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന സ്ഥാപനം അദ്ദേഹമാണ് സ്ഥാപിച്ചതെന്ന് നിങ്ങൾ കേട്ടു. അതിൽ തന്നെ ഇപ്പോഴത്തെ വിദ്യാർത്ഥികൾക്ക് ധാരാളം ഓപ്പർച്യൂണിറ്റീസ് റിസർച്ചിന് അദ്ദേഹം ഒരുക്കിയിട്ടുണ്ട്. ഇവരെ ലോകത്ത് കാണപ്പെടുന്ന ഏറ്റവും നല്ല ഒരു റിസർച്ച്, ഏറ്റവും വലുതെന്ന് പറയാം, 443 പീരിയോഡിക്കൽസ് എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ കാണുന്ന മനോരമ മാതൃഭൂമി പോലെയല്ല, സയന്റിഫിക് ജേർണൽസ് എന്ന് പറയുമ്പോൾ ഒന്നിന്റെ സബ്സ്ക്രിപ്ഷൻ തന്നെ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിന് ഇവിടെ കാണുന്ന ഇൻസ്റ്റിറ്റ്യൂട്ടുകൾക്കൊക്കെ അതിന് സാമ്പത്തികമായി താങ്ങാൻ പറ്റില്ല. ചിലപ്പോൾ 25,000 50,000 ഒരു 1 ഇയർ സബ്സ്ക്രിപ്ഷൻ ആവശ്യമായി വരുന്ന ജേർണലുകൾ 443 ജേർണലുകളാണ് ICTP-യിലുള്ളത്. അതുപോലെ അവിടെ 3500 ജേർണൽസ് ഉണ്ട്. ധാരാളം സയന്റിസ്റ്റുകൾ അവിടെ ചെന്ന് കയറുന്നവർക്ക് റിസർച്ച് ചെയ്താൽ ഇപ്പൊ നിങ്ങൾക്കറിയാം, ഇന്റർനെറ്റ് കൊണ്ട് ആർക്കും എവിടെയും റിസർച്ച് ചെയ്യാൻ പറ്റുന്ന ഒരാൾക്ക് ആ സെന്ററിൽ കയറിയാൽ അപ് ടു ഡേറ്റ് ആയിട്ട് അതാത് കാലഘട്ടത്തിലെ ഫേമസ് ആയ എല്ലാ സയന്റിസ്റ്റുകളുമായിട്ട് അവർക്ക് കമ്മ്യൂണിക്കേഷൻ സാധ്യതകളുണ്ട്. ഇങ്ങനെയുള്ള സെന്റർ സ്ഥാപിച്ചിട്ടുള്ള പ്രൊഫസർ അബ്ദുസ്സലാം സാഹിബിന്റെ ഈ സ്മരണ ഒരുക്കുന്ന ഈ അവസരത്തിൽ നിങ്ങൾ ഗവേഷണത്തിലേക്ക് മക്കളെ തിരിച്ചുവിടണമെന്ന് പറയാമെന്ന് മാത്രമാണ് ഞാനിവിടെ ഇരിക്കുന്നതെങ്കിലും അതിന്റെ ചില നൂതന പ്രവണതകൾ എന്ന് പറയുമ്പോൾ ധാരാളം നമ്മൾ പറയുന്നത് തിയററ്റിക്കൽ ഫിസിക്സും എക്സ്പെരിമെന്റൽ ഫിസിക്സും അത് കേട്ടു നിങ്ങൾ എന്താണ്, പക്ഷെ എന്താണെന്ന് ഇപ്പോഴും ഒരു ഐഡിയ വന്നിട്ടില്ല. തിയററ്റിക്കൽ ഫിസിക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്, എക്സ്പെരിമെന്റൽ ഫിസിക്സ്, ഇത് രണ്ടിനെ കുറിച്ചും ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്തിനാണ്? ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് പാർട്ടിക്കിൾ ഫിസിക്സ് ആണ്. നടത്തിയിരിക്കുന്നതിന്റെ ബാക്കി പത്രമാണ് അദ്ദേഹത്തിന്റെ ഈ ക്വാണ്ടം ഇലക്ട്രോ ഡൈനാമിക്സ് എന്ന് പറഞ്ഞാൽ ക്വാണ്ടം തിയറി എന്ന് പറയുന്നത് ഏറ്റവും നമ്മൾ പറയുന്നത് ഇപ്പോ നമ്മളെല്ലാം കേട്ടിട്ടുണ്ട് ഇലക്ട്രോൺ അണു എന്ന് പറയുന്നത് ഏറ്റവും ചെറിയ പാർട്ടിക്കിൾ, അതിലും ചെറിയ പാർട്ടിക്കിൾസ് ഉണ്ടെന്നാണ്. ഇപ്പൊ ന്യൂക്ലിയസിനകത്ത് നമ്മൾ കാണപ്പെടുന്ന ന്യൂക്ലിയോൺസ് എന്ന് പറയുന്ന പ്രോട്ടോണും ന്യൂട്രോൺ എന്ന് പറയുന്ന പാർട്ടിക്കിൾ അല്ലാതെ താഴേക്ക് വീണ്ടും ധാരാളം പാർട്ടിക്കിൾസ് ഉണ്ട്. ന്യൂക്ലിയസിനകത്ത് വീണ്ടും അതിലും താഴെയുള്ള പാർട്ടിക്കിൾസ് ഉണ്ട്. ഇപ്പൊ ഈ അടുത്ത കാലം വരെ അബ്ദുസ്സലാം സാഹിബിന്റെ തിയറി കുറച്ച് മുമ്പ് വരെ നമ്മള് ഈ കമ്പ്യൂട്ടേഷൻ എന്ന് പറയുന്ന ഇലക്ട്രോൺ പ്രോട്ടോൺ വെച്ചിട്ടുള്ള കളികളായിരുന്നു, അല്ലെങ്കിൽ എലമെന്ററി പാർട്ടിക്കിൾ ആയിട്ട് അവരെയാണ് എടുത്തിരുന്നത്. ഇപ്പൊ ലേറ്റസ്റ്റ് ട്രെൻഡ് എന്ന് പറയുന്നത് ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ ആണ്.
ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ എന്ന് പറഞ്ഞാൽ ഇലക്ട്രോണുകളെ വീണ്ടും സബ്ഡിവൈഡ് ചെയ്തിട്ട് അതിലുള്ള ചെറിയ പാർട്ടിക്കിൾസിന്റെ തിയറി ഭാഗങ്ങളൊക്കെ പഠിക്കുന്ന ഒരു ഭാഗമാണ് ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ. അത് ഈ പണ്ട് ഇലക്ട്രോണും പ്രോട്ടോണും പഠിച്ചെടുത്തപ്പോൾ ചെറിയ പാർട്ടിക്കിൾസ്, അതിന് ചെറിയ പാർട്ടിക്കിൾസിനെ കണ്ടെത്തുകയാണ്. അപ്പൊ അതുവഴി നമ്മൾ ഈ ക്വാണ്ടം കമ്പ്യൂട്ടേഷൻ പഠിക്കുന്നത് പോലെ നമുക്ക് തിയററ്റിക്കൽ ഫിസിക്സ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ഞാൻ വേറൊരു കാര്യം പറയട്ടെ, ഫിസിക്സിന്റെ ലാംഗ്വേജ് ശരിക്കും മാത്തമാറ്റിക്സ് ആണ്. അതാണ് അതിന്റെ പ്രധാന വശം. ഇംഗ്ലീഷ് അറിയാത്തവരും ജപ്പാനിൽ നിന്നും നമ്മുടെ ചൈനയിൽ നിന്നെല്ലാം ഇംഗ്ലീഷ് അറിയാത്ത ആളുകളെല്ലാം നമ്മൾ ബേസിക് കിട്ടിയ കുറെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. അപ്പൊ ഫിസിക്സ് എന്ന് പറയുമ്പോൾ അതിന്റെ ലാംഗ്വേജ് ഒരിക്കലും പ്രാദേശികമല്ല എന്ന് പറഞ്ഞാൽ അതിന്റെ ലാംഗ്വേജ് മാത്തമാറ്റിക്സ്. മാത്തമാറ്റിക്സ് അറിയാന്ന് പറഞ്ഞാൽ നമ്മൾ ഒരു കണക്കിന് ഫിസിക്സ് പഠിക്കുന്ന ഒരാൾ അന്ധവിശ്വാസികളാകണം എന്നാണ് എൻ്റെ ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. കാരണം കാണാത്തതിനെ വിശ്വസിക്കുക. ശരിക്കും തിയോളജിയുമായിട്ട് ഇത്രയും മാത്രം ബന്ധപ്പെട്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റ് വേറെ ഇല്ല. കാരണം തിയോളജി നമ്മള് ഫിസിക്സിന്റെ തിയറി ഗവേഷണത്തിന് ഇറങ്ങുന്ന ഒരു കുട്ടിക്ക് നിങ്ങൾക്ക് നമ്മൾ സാധാരണക്കാർക്ക് പല ചിന്തകളും വരാം. ഒരു വിദ്യാർത്ഥിയെ സംബന്ധിച്ച് ആ ചിന്ത അവന് ഗുണകരമായ ചിന്തയാണ്. കാരണം ഫിസിക്സിന്റെ പ്രധാനപ്പെട്ട ഒരു പ്ലസ് പോയിന്റ് എന്താണെന്ന് വെച്ചാൽ അതിന് പ്രൂഫ് അല്ല ആവശ്യം. ഇപ്പൊ ചില കാര്യങ്ങൾ നമ്മള് തിയററ്റിക്കൽ ഫിസിക്സ് എന്ന് പറയുന്ന മേഖലയില്